ഈ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ നേപ്പാളിൽ മലയാളികൾ കുടുങ്ങി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാഠ്മണ്ഡു ഗോശാലയ്ക്ക് സമീപമാണ് 40ഓളം വരുന്ന ടൂറിസ്റ്റുകളുടെ സംഘം ഇപ്പോൾ കുടുങ്ങിയത്. കൊടുവള്ളി മുക്കം മേഖലയിൽ നിന്നുള്ള ആളുകളാണ് അവിടെ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം. അവരുടെ ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം അതിലേക്ക്. ഞങ്ങളിപ്പോൾ ഇവിടെ റോട്ടിൽ കുടുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി എന്താണ് എന്നുള്ളത് അറിയില്ല. ഇവിടെ കർഫ്യൂ ആണ്. മറ്റു വാഹനങ്ങളൊന്നും റോട്ടിലില്ല. റോഡൊക്കെ കാലിയാണ്, വിജനമാണ്. ആളുകൾ ഇങ്ങനെ പതുക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. പ്രശ്നം അതിരൂക്ഷമാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടാണ്. കുറേ ടൂറിസ്റ്റ് വണ്ടികളുണ്ട് ഇവിടെ. നമ്മൾ ആളുകളൊക്കെ അതും ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു രക്ഷയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഹോട്ടലിലേക്ക് വരെ എത്താൻ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇവർ അവിടെ കാഠ്മണ്ഡു നഗരത്തിന്റെ ഏതോ ഭാഗത്ത് അകപ്പെട്ടിട്ടുണ്ട്, കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് തിരികെ വരാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാണോ അവർ പറയുന്നത്? ഈ ത്രിഭുവൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും ബാധിക്കപ്പെട്ടതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ടൂർ പാക്കേജിന്റെ ഭാഗമായി പോയിട്ടുള്ളവരാണെങ്കിൽ അവർ തന്നെ ആയിരിക്കും ഇവരെ തിരികെ കൊണ്ടുവരേണ്ടത്. എന്താണ് അവരെപ്പറ്റി നമുക്ക് ലഭ്യമായിരിക്കുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, വലിയ പ്രതിസന്ധിയിലാണ് ആ വിനോദയാത്രയ്ക്ക് പോയ സംഘം എന്ന വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 40 അംഗ സംഘമാണ് കുടുങ്ങിക്കിടക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മുക്കം, കൊടുവള്ളി, കൊടിയത്തൂർ ആ ഭാഗങ്ങളിൽ നിന്ന് പോയ ആളുകളാണ്. അവരിപ്പോൾ റോഡിലാണുള്ളത്. നമ്മളിപ്പോൾ പ്രതികരണം കേട്ടതാണ്. ഹോട്ടൽ മുറിയിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. രക്ഷ തേടി പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും ഇവിടെ നിന്നും അവർക്ക് അഭയം ലഭിച്ചില്ല എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. എന്തുതന്നെയാലും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മലയാളികൾ ഉള്ളത്. റോഡിൽ ടയർ ഉൾപ്പെടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭീതിജനകമായ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മലയാളികൾ അവിടെ നിൽക്കുന്നത്. അവർ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് കേരള സർക്കാരിനോട്. ഏതെങ്കിലും രീതിയിൽ അവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സഹായം തേടുന്നുണ്ട്. 40 പേരാണ് നിലവിൽ വിനോദസഞ്ചാരത്തിന് കഴിഞ്ഞ ദിവസമാണ് അവർ അങ്ങോട്ട് പോയത്. 40 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ആ 40 പേരിൽ ഒരാളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവരുടെ ആ വാക്കുകളിൽ തന്നെ എത്രത്തോളം ഭയാനകമാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്നത് വ്യക്തമാണ്. വിജയകുമാർ, യെസ്, കാഠ്മണ്ഡുവിലാണ് മലയാളികൾ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അവർക്ക് നാട്ടിലേക്ക് തിരികെ വരാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കണമെന്നവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം അവിടെയുള്ള ഇന്ത്യക്കാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണം എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകളടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ നേപ്പാളിൽ ഇപ്പോൾ അകപ്പെട്ടിട്ടുണ്ടാകും. അവർക്ക് തിരികെ വരാൻ പറ്റുന്ന സാഹചര്യം വൈകാതെ രൂപപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളികൾ കോഴിക്കോട്, മലപ്പുറം മേഖലകളിൽ നിന്നൊക്കെയുള്ള, കൊടുവള്ളി, മുക്കം മേഖലയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അവിടെ അകപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ വരുന്നത്. അതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.